നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഉയർന്നു വന്ന പ്രതികരണങ്ങൾ അദ്ദേഹത്തെ നിശബ്ദനാക്കാനുള്ള ശ്രമങ്ങൾ ഫലിക്കില്ലെന്ന് വ്യക്തമാക്കുന്നു. പൊതുസമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ ഒരു PR വർക്കായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും ഈ വാദം അടിസ്ഥാനരഹിതമാണെന്നാണ് വസ്തുതകൾ സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തിക്ക് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന സ്വീകാര്യത പ്രതികരണങ്ങൾ കൃത്രിമമായി സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നവർക്ക് അതേ അളവിലുള്ള പ്രതികരണം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുവെന്ന ഒരു ശക്തമായ ആരോപണം ഉയർന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നീക്കങ്ങൾ സതീശൻ്റെ അറിവോടും അനുമതിയോടും കൂടിയാണെന്ന് ചില കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ സതീശൻ ഈ ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയും പാർട്ടിക്ക് ദോഷകരമായ ഒരു നടപടിയും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിയമസഭാ സമ്മേളനം ഈ മാസം 15-ന് ആരംഭിക്കാനിരിക്കെ അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് സൂചനകളുണ്ട്. ഈ ആരോപണങ്ങൾ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. ഇതിനു പുറമെ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നിയമപരമായിട്ടുള്ള വഴികൾ അടയുമ്പോൾ ഈ ഗർഭഛിദ്രം നടത്തിയതായി ആരോപിക്കപ്പെടുന്ന യുവതികളെ ഉപയോഗിച്ച് ആലുവയിലെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന ഭീഷണികളും വെല്ലുവിളികളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ വെല്ലുവിളികൾ എതിർപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ അക്കൗണ്ടുകളിൽ നിന്നാണ് ഉയരുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രചരണങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ പിന്തുണ വ്യക്തമാക്കുന്നത്. ഈ ഒരു ജനപിന്തുണയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ നടപടികളിലെ ദുരൂഹതയാണ്. യുവതികൾ ആരും പരാതി നൽകാതിരുന്നിട്ടും ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തത് സംശയാസ്പദമാണ്. കുറ്റപത്രത്തിൽ 18-നും 60-നും ഇടയിലുള്ള സ്ത്രീകൾ എന്ന അവ്യക്തമായിട്ടുള്ള പരാമർശം മാത്രമാണുള്ളത്. ഇരകളെക്കുറിച്ചോ ആരോപണങ്ങളെക്കുറിച്ചോ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടില്ല. രണ്ടാമതായിട്ട് തെളിവുകളുടെ അഭാവമാണ്. ആരോപണങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല. പരാതി നൽകാൻ മുന്നോട്ട് വന്ന 5 പേരും നേരിട്ടുള്ള ഇരകളല്ല, മറിച്ച് മാധ്യമങ്ങളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയത്. ഇത് കുറ്റപത്രത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ വിശ്വസിക്കാനുള്ള ജനങ്ങളുടെ മടിയാണ്. ഇത്രയും പ്രമുഖനായ ഒരു നേതാവിനെതിരെ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വ്യക്തവും വിശ്വസനീയവുമായ തെളിവുകളില്ലാതെ പൊതുജനം അംഗീകരിക്കില്ല. മോശമായ പെരുമാറ്റത്തിനോ ചാറ്റുകൾക്കോ തെളിവുകൾ പുറത്തു വന്നാൽ രാഹുലിനെ തള്ളിപ്പറയാൻ മടിക്കില്ലെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭാവികൾ പോലും പറയുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേരിട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLAയുമായിട്ടുള്ള രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് കോൺഗ്രസിൽ തന്നെ അഭിപ്രായം ശക്തമാവുകയാണ്. ഇത് പാർട്ടിയുടെ ആദ്യ നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട വനിതാ നേതാക്കൾ പോലും പിന്നീട് കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് നിശബ്ദരായി. കൂടാതെ കടുത്ത ഗ്രൂപ്പ് പോര് കാരണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യവും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആവശ്യത്തിന് ഇപ്പോൾ ശക്തി പകരുന്നത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭയിലെ സാന്നിധ്യത്തെ ചൊല്ലി കോൺഗ്രസ് പാർട്ടിയിൽ വ്യക്തമായിട്ടുള്ള ഭിന്നത നിലനിൽക്കുന്നുണ്ട്. VD സതീശൻ പക്ഷം രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രതിപക്ഷത്തിന് നാണക്കേടുണ്ടാക്കുമെന്നും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ മറ്റ് വിഷയങ്ങളുണ്ടെന്നും അവർ വാദിക്കുകയാണ്. എന്നാൽ A ഗ്രൂപ്പ് ശക്തമായി രാഹുലിന് പിന്തുണ നൽകുകയും അദ്ദേഹം സഭയിൽ എത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. KPCC പ്രസിഡന്റും UDF കൺവീനർ അടൂർ പ്രകാശും ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ട്. മറ്റു പല ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നവർ പോലും സഭയിലുണ്ടെന്നും രാഹുലിനെതിരെ ഒരു നേരിട്ടുള്ള പരാതി പോലും ഇല്ലെന്നുമുള്ള ന്യായങ്ങളാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ഉന്നയിക്കുന്നത്. രാഹുലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതിൻ്റെ പേരിൽ VD സതീശൻ പാർട്ടിയിൽ ഗ്രൂപ്പ് ആക്രമണങ്ങൾക്ക് വിധേയനാകുന്നുണ്ട്. നടപടി പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തി എന്നാണ് സതീശൻ അവകാശപ്പെടുന്നത്. അതേസമയം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാഹുൽ കൂടുതൽ ശക്തനായിട്ട് നിയമസഭയിൽ തിരിച്ചെത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാഹുലിന് ആയിരക്കണക്കിന് ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിനുള്ള ജനകീയ പിന്തുണയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ മാത്രമാണ് രാഹുലിനെതിരെ നിലനിൽക്കുന്നതെന്നാണ് പൊതുജനത്തിൻ്റെ വിലയിരുത്തൽ. അതിനാൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കാത്ത പക്ഷം ആരോപണ വിധേയനെ ക്രൂശിക്കുന്നത് ശരിയല്ലെന്നും തെളിവുകൾ പുറത്തു വന്നാൽ മാത്രമേ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറാവുകയുള്ളൂവെന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ വ്യക്തമാക്കി കഴിഞ്ഞു.